ഹലോ, വെൽക്കം ബാക്ക്. സുഖാണോ? ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ ബേബീസിൻ്റെ സുന്നത്ത് കല്യാണമാണ്. ഇത് രാത്രിയാണ് ഫങ്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു മഗ്രിബ് കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കുഞ്ഞ് പൊയ്യാപ്പിളേസും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നോട്ടിൻ്റെ മാല, ബൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഹാമ്പേഴ്സൊക്കെ ആയിട്ടാണ് ക്യാഷ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഇതിൽ ഒരു കുട്ടി ഭയങ്കര ചെറുതാണ്, 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് നൈറ്റ് നടക്കുന്ന ഫങ്ഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡേക്കാളും കൂടുതൽ ഇഷ്ടം നൈറ്റുള്ള ഫങ്ഷനിലാണ്. കാരണം ഹെവി ചൂടൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തോ ലൈറ്റിങ്സൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഡെയിലി ഫങ്ഷൻ ആക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം നൈറ്റ് ഫങ്ഷൻസാണ്. ഞാൻ എൻ്റെ പുയ്യാപ്പിള പാടുന്നത് നോക്കി നിൽക്കുകയാണ്. പിന്നെ ഇതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് 2 ഹാമ്പർ ബൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കാണാൻ നല്ല അടിപൊളിയല്ലേ. പിന്നെ അവിടെ വാട്ടർമെലൺ ജ്യൂസ് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, ഇറാഷിന് അത് തന്നെ വേണം, ഞാൻ തന്നെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അതെപ്പോഴും അങ്ങനെയാണ്, ജ്യൂസ് കുടിക്കുക എന്നിട്ട് ഡ്രസ്സ് മേലൊക്കെ ആക്കുക. ഇതൊക്കെയാണ് ആളുടെ മെയിൻ പരിപാടി. കുഞ്ഞു പുതിയാപ്പിളന്മാരും റെഡി ആയിട്ടുണ്ട്. ചെറിയ കുട്ടിയെ നോക്ക്, ഇത് ഭയങ്കര ക്യൂട്ടല്ലേ. ഇത് 2 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇറങ്ങി വരാനൊക്കെ ടൈം എടുക്കും. പക്ഷേ ഡ്രസ്സൊക്കെ ആക്കി കാണുമ്പോൾ മാഷാ അല്ലാ എന്തൊരു ക്യൂട്ടാണ്. ഇവർ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള കുട്ടികളും സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ അവസാനമായിട്ട് ഇറങ്ങി വരുന്നത് 2 നോട്ടി ബോയ്സാണ്. ഇത് ചെറുതും വലുതും രണ്ടും ഭയങ്കര നോട്ടിയാണ്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഒരാൾക്ക് കുറച്ചധികം കരച്ചിലാണ്, അത് ചെറുതായതുകൊണ്ട്. പിന്നെ കസിൻസിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻസാണ്. പക്ഷേ എനിക്ക് എൻ്റെ കസിൻസ് ഉള്ളതുപോലെയാണ്, നല്ല ക്ലോസാണ്. അതുകൊണ്ട് എനിക്ക് ഇവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. പിന്നെ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. എനിക്കിഷ്ടം നൂഡിൽസാണ്. അതുകൊണ്ടുണ്ടല്ലോ നമ്മളാണ് അവസാനം സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് നൂഡിൽസിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ചില ആൾക്കാരുടെ കൂടെ നമ്മളിരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലത്തെ ഒരു വൈബാണിന്ന്. എന്തൊക്കെയോ പറയുക, ഇങ്ങനെ ചിരിപ്പിക്കുക, തമാശകൾ പറയുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഡേ. ഈ കസിൻസൊക്കെ അങ്ങനെയാണ്, ഭയങ്കര ക്ലോസാണ്. അതുകൊണ്ട് മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അതൊന്ന് മാറി കിട്ടുന്ന പോലെ ഉണ്ടാവും. അത്രയ്ക്ക് നല്ല ബോണ്ടിങ് ആണ്. ഫാസി പാടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഇറാഷിന് ഭയങ്കര ആഗ്രഹമാണ് ഡാഡൻ്റെ കൂടെ പോയിരിക്കാൻ. അങ്ങനെ ആളും പോയിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഹാപ്പിയായി. കാരണം എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഡാഡാണ് പാടുന്നത്, അതെൻ്റെ ഡാഡാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫാസി പാടുന്നത് ഇറാഷ കേട്ടിട്ടുണ്ട്, പക്ഷേ സ്റ്റേജിൽ നിന്നിട്ട് പാടുന്നത് ഇറാഷ ആദ്യമായിട്ടാണ് കാണുന്നത്. അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഡാഡയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അവരവരുടെ ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ കുട്ടികൾക്ക് ഭയങ്കര സ്പെഷ്യലല്ലേ. കുട്ടിയുടെ വാപ്പ കുട്ടിക്ക് സൂപ്പർ ഹീറോ ആണെന്നൊക്കെ പറയുന്നില്ലേ, അതെത്ര സത്യമാണല്ലേ. ബേബിക്കൊക്കെ അവരുടെ ഉമ്മ വാപ്പ ഒക്കെ എന്തോ ഒരു സ്പെഷ്യലാണ്. ഇവരെന്താ വിചാരിക്കുന്നത്, ഇവരെ കാട്ടി വലിയ സ്പെഷ്യലൊന്നും ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെ അല്ലേ വിചാരിക്കുന്നത്. അത് എനിക്കൊരു കുട്ടിയായതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ കുട്ടിക്ക് ഞാൻ വലിയൊരു സംഭവമാണ്. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും അല്ലെങ്കിലും എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 1 മിനിറ്റ് നമ്മളൊന്ന് മാറിയാൽ മതി കരയും, അങ്ങനെയൊക്കെയാണ്. നമ്മളെന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മമ്മ ചെയ്യും, ഇത് ഡാഡ ചെയ്യും, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഒരു കുട്ടിയായതിനു ശേഷമാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്ക് കട്ടിംഗ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സ്പെഷ്യലല്ലേ അത്. ഇറാഷ നോർമലി ആരുടെ കയ്യിലും അങ്ങനെ പോവാറില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആരെങ്കിലും കുറച്ച് നേരമായതിന് ശേഷം സംസാരിച്ചു ഒന്ന് ഇടപഴകിയ പിന്നെ പോവും. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ആൾക്ക് കേക്ക് ഇഷ്ടമാണ്, കേക്ക് കഴിക്കും. പക്ഷെ കയ്യിൽ പിടിച്ചിട്ട് കഴിക്കില്ല. ആൾക്ക് വെട്ടായിട്ടുള്ള ഏത് സാധനത്തിനും കയ്യിൽ പിടിക്കാൻ എന്തോ പോലെയാണ്, ആളെടുക്കൂല. നമ്മൾ വായിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്.
ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വിശേഷം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.